ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു റിവേഴ്സ് വീഡിയോ നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ CapCut ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്ത ഒരു ക്ലിപ്സ് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനെ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ CapCut ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ക്ലിപ്സ് ഒക്കെ ആഡ് ആക്കിയതിന് ശേഷം നമുക്ക് വേണ്ട സോങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിനായിട്ട് സോങ്ങിൽ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓഡിയോയിൽ നമ്മുടെ ആ ഒരു ഓഡിയോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓഡിയോയിൽ നമ്മൾ ബീറ്റ് മാർക്ക് ചെയ്യണം. സോ അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പിൽ ബീറ്റ് മാർക്ക് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ബീറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ബീറ്റ് നിങ്ങൾ ജസ്റ്റ് കേട്ട് നോക്കിയിട്ട് ആ ഒരു ബീറ്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആ ഒരു വീഡിയോ അവിടെ വെച്ച് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഓഡിയോ ഓവർലി ആയിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാം. സോ ഒരു വീഡിയോ ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോയിൽ ക്ലിപ്സ് എപ്പോഴാണോ മാറണേ സോ അവിടെ വെച്ച് നമ്മുടെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ വീഡിയോയിൽ ഇവിടെ വെച്ചാണ് ആ ഒരു ഓഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് കൊടുക്കുക. ശേഷം ആ ഒരു ലെഫ്റ്റിലുള്ള ഡിലീറ്റ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ ആ ഒരു ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ലെഫ്റ്റിലുള്ള ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഓഡിയോ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ആ ഒരു ഓവർലിയും ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരാം. ശേഷം നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എവിടെ വെച്ചാണ് ആ ഒരു കട്ട്സ് മാറുന്നത് അവിടെ വെച്ച് നമ്മുടെ ഈ ഒരു ക്ലിപ്സ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ എല്ലാ ക്ലിപ്സും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഓവർലേ കണ്ട പോലെ തന്നെ കട്ട്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഓഡിയോയിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ ഒരു കട്ട്സിന്റെ സെന്ററിൽ ആ ഒരു കട്ട്സ് തീരിനോടത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓഡിയോമ ക്ലിക്ക് ചെയ്ത് ബീറ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഏഡ് ബീറ്റ് കാണും. സോ ഏഡ് ബീറ്റ് കൊടുത്ത് മാർക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ എല്ലാ കട്ട്സിന്റെയും എൻഡിൽ ചെന്നിട്ട് ബീറ്റ് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ബീറ്റ് മാർക്ക് ചെയ്താൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ആഡ് ചെയ്ത ക്ലിപ്സിൽ നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടത് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഭാഗം മാത്രം ആ ഒരു ബീറ്റിനനുസരിച്ച് സെറ്റാക്കി വെക്കുക. ഇതുപോലെ ജസ്റ്റ് റൈറ്റിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണോ ആ ഒരു വീഡിയോയുടെ പോർഷൻ വേണ്ടത് സോ അവിടെ വെച്ച് കട്ട് ചെയ്യുക. ദെൻ വേണ്ടാത്ത ഭാഗം ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബീറ്റും മാർക്ക് ചെയ്ത് ആ ഒരു വേണ്ട ഭാഗം കട്ട്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ക്ലിപ്പിലും സ്പീഡ് സെറ്റ് ചെയ്യണം. ആ ഒരു സ്പീഡിൽ ക്ലിക്ക് ചെയ്യുക, കർവ് എടുക്കുക, അതിൽ കസ്റ്റം എടുത്തിട്ട് നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കർവ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു സ്മൂത്ത് സ്ലോമോ എന്നുള്ളത് ബെറ്റർ ക്വാളിറ്റി ആക്കി കൊടുക്കുക. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു ഫസ്റ്റത്തെ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ആ ഒരു കട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സ്പീഡിൽ ചെന്നിട്ട് കർവിൽ നമുക്ക് ആ ഒരു സ്മൂത്ത് ബെറ്റർ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കളയാം. ഓക്കെ, ശേഷം നമുക്ക് അതിൽ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ റിവേഴ്സ് എന്ന് പറഞ്ഞ് കാണും. സോ അത് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത് റിവേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പീഡിൽ വരാം ജസ്റ്റ് 2x ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ബീറ്റിനനുസരിച്ച് തന്നെ അത് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ കട്ട്സിനും ചെയ്ത് കൊടുക്കണം. സോ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ജസ്റ്റ് ഒരു സൂമിങ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിനായി നമുക്ക് ഫസ്റ്റത്തെ ക്ലിപ്പ് എടുക്കുക. എന്നിട്ട് എൻഡിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് സൂം ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഗ്രാഫ് വരാം. അതിൽ ലൈനർ എടുത്തിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ജസ്റ്റ് ഇവിടേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തേലും ചെയ്യാം. ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലായിട്ട് വരിക, സൂം ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ കർവിൽ ചെന്നിട്ട് ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇതേപോലെ തന്നെ എല്ലാ കട്ട്സിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് സൂമിങ് വേണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയാൽ മതി.
സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം, രണ്ടാമത്തെ ക്ലിപ്സിൽ ചെയ്ത് കാണിക്കാം. സോ ആ ഒരു ബീറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്യുക. ശേഷം ആ ഒരു ക്ലിപ്പിൻ്റെ സ്പീഡിൽ കസ്റ്റം എടുക്കുക. ദെൻ ഈ ഒരു കർവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്മൂത്ത് ബെറ്റർ ക്വാളിറ്റി കൊടുക്കുക. ദെൻ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓക്കെ, ആ ഒരു കട്ട്സ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ ഒരു കട്ട്സിൻ്റെ സ്പീഡിൽ വരാം. കസ്റ്റമിൽ വന്നിട്ട് ആ ഒരു സ്മൂത്ത് ബെറ്റർ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കളയാം. ശേഷം ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത് നമുക്ക് റിവേഴ്സ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത കട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്പീഡിൽ വരാം 2x ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു റിവേഴ്സിങ് ചെയ്യുക. സോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു സൂമിങ്ങും ഇതിലേക്ക് ആഡ് ചെയ്യാം. ചില വീഡിയോസിൽ അത് മാച്ച് ആവില്ല. മാച്ച് ആയില്ലെങ്കിൽ ജസ്റ്റ് അത് ഒഴിവാക്കുക, ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കുകയാണ്, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റിവേഴ്സിൻ്റെ കാര്യം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു ബ്ലർ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായി നമുക്ക് ആ ഒരു രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ആ ഒരു കട്ട്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്ക് എഫക്റ്റിൽ പോവുക. സെർച്ചിൽ നമുക്ക് ഒബ്ലിക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. സോ ഇതിൽ ഈ ഒരു ഒബ്ലിക്ക് ബ്ലർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് വരുന്ന ബ്ലർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ഒബ്ജക്റ്റിൽ വന്നിട്ട് ഓൾ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഏകദേശം ഇതിൻ്റെ സെൻറ്ററിലാവണ രീതിയിൽ വെച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ സെൻട്രലായിട്ട് തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ലെഫ്റ്റിലും റൈറ്റിലും 0 ആക്കി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ ലെഫ്റ്റിൽ 0 ആക്കുക, റൈറ്റിലും 0 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കട്ട്സ് മാറുമ്പോൾ തന്നെ ഒരു ബ്ലറ്. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കുറച്ചുകൂടെ കൂട്ടാം. ഓക്കെ, തൽക്കാലം ഞാൻ ഇപ്പോൾ ഒരെണ്ണം വെക്കുന്നുള്ളൂ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ നമ്മുടെ അപ്പുറത്തെ കട്ട്സിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. ശ്രദ്ധിക്കണം, ആ ഒരു റിവേഴ്സ് കഴിഞ്ഞിട്ടുള്ള കട്ട്സിലാണ് വെക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ തന്നെ എല്ലാത്തിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇത്തരം വീഡിയോസിൽ കണ്ടുവരുന്നതാണ് ആ ഒരു ബ്ലാക്ക് ഫ്ലിക്കറിങ്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് പറഞ്ഞുതരാം. എഫക്റ്റിൽ വരാം. നമുക്ക് സെർച്ചിൽ ഫ്ലിക്കർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഫ്ലിക്കർ അല്ല, ബ്ലാക്ക് ഫ്ലാഷ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ബ്ലാക്ക് ഫ്ലാഷ് 2 എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് കാണും. സോ ആ ഒരു എഫക്റ്റ് നമ്മുടെ വീഡിയോസിക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ഡ്യൂറേഷനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒബ്ജക്റ്റിൽ ഓൾ കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരാം. നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലിക്കറിങ് ആണോ വേണ്ടത് അത് ജസ്റ്റ് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഈ ഒരു ഫ്ലിക്കറിങ്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഒഴിവാക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ആഡ് ചെയ്ത കട്ട്സൊക്കെ കുറവായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു കട്ട്സ് തന്നെ ഒന്നും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിനായി ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ ഒന്നുകൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഒന്നുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഓഡിയോ ഫുള്ളാവാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ ഇത്രയും ചെയ്ത് വെച്ച വീഡിയോ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേറൊരു പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ആക്കാം. അതിലേക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു കട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റിലേക്ക് പോകുമ്പോൾ മോഷൻ ബ്ലർ എന്ന് കാണും. സോ മോഷൻ ബ്ലർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബ്ലറും ആ ഒരു ബ്ലെൻഡും ജസ്റ്റ് ഫുള്ളാക്കി കൊടുക്കുക. അതിൽ ടൈംസ് എന്നുള്ളിടത്ത് 1 മാറ്റിയിട്ട് 6 ടൈംസ് ആക്കി കൊടുക്കുക. ശേഷം ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ഇത്തിരി നേരം ലോഡിങ് ടൈം ഉണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിലായ ഒരു റിവേഴ്സിങ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു വീഡിയോസിനായി നിങ്ങൾ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ നിങ്ങൾക്കിപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.